Hi Jitin, welcome to the red carpet. How do you feel? കാരണം 48th കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ ഒരു അവാർഡ് കാറ്റഗറിയിൽ വരുന്നു, അതിൽ വിന്നർ ആവുന്നു, ആൻഡ് ദാറ്റ് ടു ഫോർ ദ സൂക്ഷ്മദർശിനി. എന്ത് തോന്നുന്നു? സൂക്ഷ്മദർശിനിക്ക് എന്ത് അംഗീകാരങ്ങൾ കിട്ടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിയാണ്. നമ്മൾ എന്തെല്ലാം എഫേർട്ടിലൂടെയാണ് കടന്നു പോയതെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. എവരി റെക്കഗ്നേഷൻ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് ആണ്. അടുത്ത പ്രോജക്റ്റ് ഓൺ വർക്കാണോ? അതെ, നമ്മളതിൻ്റെ എഴുത്ത് പരിപാടികൾ നടക്കുന്നുണ്ട്, റീലോട്ടൊക്കെ കടക്കുന്നു. ഇനി ഒരു ക്യൂരിയോസിറ്റിയോടുള്ള ക്വസ്റ്റൻ ആണ്. അതായത് ഒരു നോൺ മലയാളി ആയിട്ടുള്ള ഒരാൾ ജിതിൻ്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമ ഇതാണ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയുടെ പേര് ആളോട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും? എനിക്ക് ജോർജ് സാറിൻ്റെ സിനിമകളാണ്, KG ജോർജ് സാറിൻ്റെ സിനിമകളാണ് എപ്പോഴും ഞാൻ അതൊരു ഇൻ്റർനാഷണൽ അപ്പീൽ, എൻ്റെ പേഴ്സണൽ കേട്ടോ, എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് കാണുകയൊക്കെ ചെയ്യുന്നത് ജോർജ് സാറിൻ്റെ സിനിമകളാണ് മലയാളത്തിൽ. അപ്പം ഒരു സ്റ്റഡി എപ്പോഴും ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഓരോ ലെയറുകൾ ഡിറൈവ് ചെയ്യാൻ എനിക്ക് പറ്റാറുണ്ട്. ഈവൻ സൂക്ഷ്മദർശനിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി പ്രിയദർശിനിയുടെ ക്യാരക്ടറിൻ്റെ സ്വഭാവം ആ സംഭവങ്ങളൊക്കെ ജോർജ് സാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം യവനികയിൽ നമുക്കിടെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ആ ക്യാരക്ടറിന് അതിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ട്രേറ്റ്സ് വരുന്നുണ്ട്. അപ്പം പുള്ളിയെ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ കൈൻഡ് ഓഫ്. അപ്പോൾ ആ ഒരു ഡ്രൈവിംഗ് ഒക്കെ ജോർജ് സാറിൻ്റെ തന്നെ സിനിമകളിൽ നമുക്ക് തന്നെ വീണ്ടും വീണ്ടും ലെയറുകൾ നമ്മൾ ഒബ്സർവ് ചെയ്താൽ അതിൻ്റെ അകത്തുണ്ട്.